അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത്. മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ട ഒന്നാണ് സലാത്തുൽ വിത്ർ നിസ്കാരം എന്ന് പറയുന്നത്. വിത്ർ നിസ്കാരം ഒരു ബാധ്യതയാണ് എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമാണ്. അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ ശക്തമായ മുഅക്കദായ സുന്നത്താണ് എന്ന് പ്രബലമായ സുന്നത്തായിട്ട് എണ്ണിയവരുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ വിത്ർ വാജിബാണ്, നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായമാണ്. മറ്റു ഇമാമുകള് അത് മുഅക്കദായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സുന്നത്താണ് എന്നുള്ള അഭിപ്രായം. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വിത്രു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം. വിത്ർ എല്ലാ മുസ്ലിമുകൾക്കും ഒരു ഹക്കാണ്, ഒരു ബാധ്യതയാണ്, കടമയാണത്. അത് നിർവഹിച്ചേ പറ്റൂ. ഫമൻ അഹബ്ബ അൻ യൂത്തിറ ബി ഖംസിൻ ഫല്യഫഅൽ. അതുകൊണ്ട് 5 റക്അത്ത് നിസ്കരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ അവൻ ചെയ്യട്ടെ. 5 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ ചെയ്യട്ടെ. ഒമൻ അഹബ്ബ അൻ യൂത്തിറ ബി സലാസിൻ ഫല്യഫഅൽ. ആരെങ്കിലും 3 റക്അത്താണ് നിസ്കരിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് അവൻ ചെയ്തു കൊള്ളട്ടെ. ഒമൻ അഹബ്ബ അൻ യൂത്തിറ ബി വാഹിദത്തിൻ ഫല്യഫഅൽ. 1 റക്അത്താണ് നിസ്കരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റൂല, ഒന്നെങ്കിലും അവർ നിസ്കരിക്കണം എന്ന് ഇമാം അബൂ ദാവൂദ് നസയിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പൊ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 3 റക്അത്ത്, അതിനും പറ്റാത്തതാണെങ്കിൽ 1 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനും ഹക്കാണ്, ബാധ്യതയാണ് എന്ന് പറയും. പിന്നെ മാത്രമല്ല ഫൽ യൂത്തിർ, അവൻ വിത്ർ ചെയ്തു കൊള്ളട്ടെ, ഫൽ യഫ്അൽ, അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് നിർബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇമാം അബൂ ഹനീഫയുടെ ഈ അഭിപ്രായത്തിനോട് യോജിച്ച പണ്ഡിതന്മാരാരും ഉള്ളതായിട്ട് എനിക്കറിവില്ല. കാരണം ജുംഹൂറുൽ ഉലമ, ഭൂരിഭാഗം പണ്ഡിതന്മാരും വിത്ർ സുന്നത്താണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സുന്നത്തായിട്ടാണ് കാണുന്നത്. അവർക്ക് അതിന് തെളിവ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഇന്നൽ വിത്ര ലൈസ ബിഹത്മിൻ കസലാത്തിക്കുമുൽ മക്തൂബ. നിങ്ങളുടെ ഫർള് നിസ്കാരത്തെ പോലെ കണിശമായ ഒരു നമസ്കാരമല്ല വിത്ർ നിസ്കാരം എന്നുള്ളത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്. വലാകിൻ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയായി കാണിച്ചു തന്നൊരു സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് നിസ്കരിക്കാണ് വേണ്ടത് എന്ന് ഹദീസിൽ, അതും ഇമാം മുസ്ലിമും നസയിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹദീസാണ് നിർബന്ധമല്ല എന്നുള്ളതിന് തെളിവ്. നിങ്ങളുടെ ഫർള് പോലുള്ള ഒരു നിസ്കാരമല്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിട്ട് സുന്നത്തായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ത്വൽഹ ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ഗ്രാമീണനായ അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അയാള് മുടിയൊന്നും ചെയ്യാതെ ആകെ കാണാൻ തന്നെ ഒരു ഒതുക്കമില്ലാത്ത രീതിയിൽ അങ്ങ് ദൂരത്ത് തന്നെ വരുമ്പോ തന്നെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാ വരുന്നത്. അയാൾ എന്താ പറയുന്നതെന്നുള്ളത് വ്യക്തമാണില്ല. അങ്ങനെ വരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഖംസു സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല. ഒരു രാപ്പകലിലായിട്ട് ഒരു ദിവസം 5 റക്അത്ത്, 5 വക്ത് നീ നിസ്കരിക്കണം. 5 സമയം നേരം നീ നിസ്കരിക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹ, അതല്ലാതെ വേറെ എന്തെങ്കിലും നിസ്കാരം എനിക്ക് നിർബന്ധമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അൻ തതവ്വഅ, നീ ഐച്ഛികമായിട്ട് സുന്നത്തായിട്ട് എന്തെങ്കിലും നിർവഹിച്ചാലല്ലാതെ. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, പിന്നെന്താ നിർബന്ധമുള്ളത്? പറഞ്ഞു, റമളാനിലെ നോമ്പ്. അപ്പൊ ഇതല്ല വേറെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? പറഞ്ഞു, വേറൊന്നും നിർബന്ധമല്ല, നീ സുന്നത്തായിട്ട് ചെയ്താലേ ഒഴികെ. അപ്പൊ 5 വക്ത് നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ആ സഹാബിയോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ട ആളോട് പറഞ്ഞു, 5 വക്ത് നിസ്കരിക്കണം, അതല്ലാതെ നിർബന്ധമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ്. ഈ ഹദീസും അതിനെന്ത് ചെയ്യാണ്? തെളിവാണ്. ഇയാള് ഈ ഹദീസ് ദീർഘമായ ഹദീസാണ്. ഇത് കേട്ടുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ, മടങ്ങിപ്പോകുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസ്.
ഇതിനേക്കാൾ ഞാനൊന്നും കൂട്ടുകയുമില്ല, ഒന്നോട്ട് കുറക്കൂല. 5 വക്ത് നിസ്കാരം അത് ഞാൻ കുറക്കൂല, അത് കൃത്യമായിട്ട് നിർവഹിക്കും, ഒന്നും കൂട്ടൂല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോയപ്പോ അങ്ങനെ പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അയാൾ സത്യമാണ് പറയുന്നതെങ്കിൽ അയാൾ വിജയിച്ചു. പറഞ്ഞാൽ ഒന്നും കുറക്കാതെ കൃത്യമായിട്ട് അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്തായി? അവൻ വിജയിച്ചു, അത് പരിപൂർണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഐച്ഛികമാണ്, സുന്നത്താണ് എന്ന് പ്രവാചകൻ പഠി. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കണ ഹദീസാണ്. അതേപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായിട്ട് നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ഒരാളുകളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നീ അവിടെ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഫദഉഹും ഇലാ ഷഹാദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാഹ്. ആദ്യം പോയിട്ട് വേദക്കാരോട് പറയേണ്ടത് അള്ളാഹു ഒരുവനാണ്, അവനെ മാത്രം ആരാധിക്കണം എന്ന തൗഹീദാണ് അവരോട് പറയേണ്ടത്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവരോട് പറയണം. എന്നിട്ട് പറഞ്ഞു, അതിനവര് സമ്മതിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും അവർ സമ്മതിച്ചാൽ ഫഅലിമുഹും അന്നല്ലാഹു ഇഫ്തറ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. അപ്പൊ ഷഹാദത്ത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടത് ഒരു ദിവസം രാപ്പകലിലായിട്ട് 5 വക്ത് നിസ്കാരം അവർക്ക് നിർബന്ധമാണ് എന്ന് അവരോട് കൽപ്പിക്കണം. പിന്നെ അതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാനും പിന്നെ റമദാനിന്റെ പിന്നെ സക്കാത്ത് കൊടുക്കാനും ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇവിടെയും 5 വക്ത് നിസ്കാരമാണ് അവരോട് നിർബന്ധമായിട്ട് കൽപ്പിക്കുന്നത്. അങ്ങനെ വിത്രും കൂടി അതിൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതായിരുന്നു എന്നാണ് മറ്റ് ഇമാമുകൾ മുഴുവനും ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫർളുകളെ പോലുള്ള ഒരു നിർബന്ധ കാര്യമല്ല എന്ത് വിത്ർ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. മറിച്ച് മുഅക്കദായ, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാത്ത, യാത്രയിലാണെങ്കിലും നാട്ടിൽ താമസിക്കുകയാണെങ്കിലും ഏത് സമയത്തും നബി ഉപേക്ഷിക്കാത്തൊരു സുന്നത്തായിരുന്നു വിത്ർ. എത്ര ക്ഷീണമുണ്ടെങ്കിലും നബി വിത്ർ നിസ്കരിക്കുമായിരുന്നു. ഏത് രാത്രിയിലും ഏത് സമയത്താണെങ്കിലും വിത്ർ ഒഴിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ പിന്നെ നേരം പുലർന്നിട്ടില്ല എന്ന് പറയാം. കാരണം പ്രവാചകന് ഉറങ്ങി നീട്ടിട്ടാണ് നിർവഹിക്കാറുള്ളത്. ഇതിന്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിലും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഖാരിജത്തുബ്നു ഖുദാഫത്തുൽ അദ്വി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞു, ഇന്നല്ലാഹ അമദ്ദക്കും, അള്ളാഹു നിങ്ങൾക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്, ബിസലാത്തിൻ ഹിയ ഖൈറുൻ ലക്കും മിൻ ഹുമരിൻ നിഅം, ഒരു നിസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് മറ്റു നിസ്കാരങ്ങളെക്കാൾ അധികമായിട്ട്, അത് നിങ്ങൾക്ക് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ്. ചുവന്ന ഒട്ടകത്തെക്കാൾ ഉത്തമം എന്ന് പറയുന്നത് അറബികൾക്ക് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് എന്നുള്ളതിന് വേണ്ടി പറയുന്നതാണ്. കാരണം ചുവന്ന ഒട്ടകം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം അവർക്കില്ല. അപ്പൊ അതിനേക്കാൾ ഒരു മഹത്തായ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അൽ വിത്ർ, വിത്ർ നിസ്കാരമാണത്. റസൂലുള്ളാഹി പറഞ്ഞു, ജഅലഹുല്ലാഹു ലക്കും ഫീമാ ബൈന സ്വലാത്തിൽ ഇശാ ഇലാ അൽ ഫജ്ർ, ഇശാ നിസ്കാരത്തിന്റെയും ഫജ്ർ നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിലാണ് ഇത് നിർവഹിക്കേണ്ടത്. ഫജ്റിന്റെ സമയത്തിന് മുമ്പും ഇശാന്റെ സമയമായ നിസ്കാരത്തിന്റെ ശേഷം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മഹത്വം. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയുന്ന, ഔസാനി ഖലീലി, എന്റെ ഖലീൽ, എന്റെ ചങ്ങാതി, എന്റെ ഉറ്റ ആത്മസുഹൃത്ത് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? ബിസലാസിൻ, 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളൊക്കെ ഏത്? ലാ അദഅഹുന്ന ഹത്ത അമൂത്ത്, ഞാൻ മരിക്കുന്നത് വരെ അത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കാത്ത 3 കാര്യം നബി എന്നോട് വസിയത്ത് ചെയ്തു. ഒന്ന്, സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും ഒരു 3 നോമ്പ്, എല്ലാ മാസവും ഒരു 3 നോമ്പ്. അത് അയ്യാമുൽ ബീളാണെങ്കിൽ ഏറ്റവും മഹത്താണ്, 13, 14, 15 ദിവസങ്ങൾ. അതിന് കഴിയില്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിലായിട്ടൊരു 3 നോമ്പ്. ഈ ഹദീസിൽ അത്രയേ ഉള്ളൂ, 3 നോമ്പ് ഏതെങ്കിലും ദിവസം. വസലാത്തുൽ ദുഹ, ദുഹ നമസ്കാരം, സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഒരു 2 റക്അത്ത് ഏറ്റവും കുറഞ്ഞത് നിസ്കരിക്കുക. വഅൻ ഊത്തിറ ഖബല അൻ അർഖുദ്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ വേറെയും ഹദീസുകളുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അല്ലാഹ് ഏകനാണ്, ഒറ്റയാണ്. അതുകൊണ്ട് അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു, ഒറ്റയായിട്ട് നിസ്കരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫൗത്തിറു യാ അഹ്ലൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആനിന്റെ ആളുകളെ എന്ന് പറഞ്ഞ ഖുർആൻ ധാരാളം ഓതുന്ന ആളുകളെ നിങ്ങൾ വിത്തർ നിസ്കരിക്കണം. രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാര് ഖുർആൻ ധാരാളമായിട്ട് ഓതി നിസ്കരിക്കും. അവരോട് പറയുന്നത് നിങ്ങൾ അവസാനം വിത്തറാക്കണം, ആ വിത്തർ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ പറഞ്ഞത്, മനഃപൂർവ്വം ഒരാൾ വിത്തർ ഒഴിവാക്കുകയാണെങ്കിൽ, മനഃപൂർവ്വം സ്ഥിരമായിട്ട് ഒരാൾ വിത്തർ ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ ഷഹാദത്ത് സ്വീകരിക്കാൻ പാടില്ല, അവൻ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. അത്രക്കും ഈമാനിൽ അവന് ദുർബലനാണ്. മനഃപൂർവ്വം വിത്തർ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. കഴിയുന്നത്തോളം അത് മറന്നുപോകുക എന്നല്ലാതെ പിന്നെ ഓർമ്മയുണ്ടെങ്കിൽ അത് നിസ്കരിക്കുക തന്നെ വേണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്രയില്, അൽ വിത്രു സുന്ന മുഅക്കദ, വിത്ർ എന്ന് പറയുന്നത് ബലവത്തായ മുഅക്കദായ സുന്നത്താണ്, അതിൽ മുസ്ലിങ്ങൾ ഏകോപിച്ചിട്ടുണ്ട്. എന്നാൽ വമൻ അസറ അലാ തർക്കിഹി, ഒരാൾ സ്ഥിരമായിട്ട് വിത്ർ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫൈന്നഹു തുറദ്ദു ഷഹാദത്തുഹു, അവന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് വിത്ർ മരിക്കുന്നവരെ നിലനിർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി വസല്ലം. ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം തറയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മളെ വിജ്ഞാന വേദിയുണ്ട്. എല്ലാവരും ഫാമിലി സഹിതം പങ്കെടുക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.